നമസ്കാരം. ആണവ വിഷയത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ തുടരുമ്പോഴും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു: അമേരിക്ക ഏത് നിമിഷം വേണമെങ്കിലും ഇറാനെ ആക്രമിക്കാം. കാരണം ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ ഇസ്രായേലും അമേരിക്കയെല്ലാം തന്നെ അതൃപ്തരാണ്. ഇറാനാകട്ടെ പല കാര്യങ്ങളിലും ഇപ്പോഴും ഞങ്ങളെ പിടിവാശി തുടരുകയുമാണ്. ഏതായാലും ഈ ദിവസങ്ങളിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയാം, ഇസ്രായേലിലെ അമേരിക്കൻ എംബസിയിലെ ജീവനക്കാരോട് അടിയന്തരമായി അവിടുത്തെ അംബാസഡർ നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൈക്ക് ഹക്കബിയാണ് അവിടുത്തെ അംബാസഡർ. അദ്ദേഹം ജീവനക്കാർക്ക് അടിയന്തരമായി നൽകിയ സന്ദേശത്തിൽ പറയുന്നത്, ഇന്നെങ്കിൽ ഇന്ന്, അതായത് ഒരു ദിവസം പോലും വൈകിക്കരുത്, നിങ്ങൾ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങുക എന്നാണ്. നിങ്ങൾക്ക് നേരിട്ട് അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നാണ് മൈക്ക് ഹക്കബി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം അംബാസഡർ ഈ ഒരു നിർദ്ദേശം നൽകിയത്. അത്യാവശ്യ ജീവനക്കാർ ഒഴികെ ബാക്കി മുഴുവൻ പേരോടും അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരോടും എല്ലാം തന്നെ അടിയന്തരമായി ഇസ്രായേൽ വിട്ടു പോകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, മറ്റ് പല രാജ്യങ്ങളും, ചൈന, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ പൗരന്മാരോട് ഒരു കാരണവശാലും മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് യാത്ര ചെയ്യരുതെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്ക ഇത് സംബന്ധിച്ച സന്ദേശം ഈ രാജ്യങ്ങൾക്കൊക്കെ നൽകിയിട്ടുണ്ടാകാം. നേരത്തെ ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിലുള്ള നാട്ടുകാരോട് അടിയന്തരമായി സ്വദേശത്തേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു യുദ്ധം ആസന്നമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. അതല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കും എന്നുള്ളൊരവസ്ഥ ഇപ്പോഴുമുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരമാവധി തീയതി നീട്ടിപ്പിടിക്കുന്നത് എങ്ങനെയെങ്കിലും ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതകളും കാണുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരമായി ഇറാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ഉൾപ്പെടെ രാജ്യങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ചുണയുണ്ടെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വരൂ എന്ന് വെല്ലുവിളിക്കുകയാണ്. വലിയ തോതിലുള്ള തിരിച്ചടി ഞങ്ങൾക്ക് അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ പോലെ ഉണ്ടാകുമെന്ന് ഇറാൻ നന്നായിട്ട് അറിയാം. പക്ഷേ എങ്കിലും നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും നിരന്തരമായി വെല്ലുവിളിക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട പടക്കപ്പലുകളെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേൽ തീരത്തേക്കാണ്, ഇസ്രായേലിലെ തുറമുഖങ്ങളുടെ ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളാണ് അമേരിക്കയുടെ ഈ പോർ വിമാനങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ F-22 ഉൾപ്പെടെയുള്ള നിരവധി വിമാനങ്ങൾ അവിടെ എത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ 12 F-22 വിമാനങ്ങളാണ് എത്തിയെങ്കിൽ കഴിഞ്ഞ ദിവസം 6 F-22 വിമാനങ്ങൾ കൂടെ വീണ്ടും എത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇസ്രായേലിൽ നിന്ന് തന്നെയായിരിക്കും അമേരിക്ക പട നയിക്കുക അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ ഒരിക്കലും ഈ ഇസ്രായേലിനോടോ അതല്ലെങ്കിൽ അമേരിക്കയോടൊന്നും പിടിച്ചിരിക്കാൻ കഴിയുകയില്ല. പക്ഷേ അവർ പറയുന്ന അവരുടെ കൈവശം ഒരുപാട് മിസൈലുകളുണ്ടെന്നാണ്. അത് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ആ മിസൈലുകൾ മുഴുവൻ തങ്ങളുടെ ശത്രുരാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കാൻ അവർ തയ്യാറായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ അവരുടെ കൈവശം ആണവായുധമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അപകട ഭീഷണി അവിടെ ഉണ്ട്. പക്ഷേ അമേരിക്കയ്ക്കും ഇസ്രായേലും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാര്യം അത്രയും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മറ്റുമൊക്കെ അവർക്കുണ്ട്. പക്ഷേ ഒരു ആണവ ആക്രമണം ഇറാൻ നടത്തുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ഉറപ്പാണ്. മാത്രവുമല്ല, റഷ്യ ഇപ്പോൾ തന്നെ ഏതാണ്ട് ഇറാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഒരുമിച്ച് ഒരു നാവികാഭ്യാസം നടത്തുന്നതിലൊക്കെ തന്നെ അവർ സഹകരിച്ചിരുന്നു. ചൈന ഒരുപക്ഷെ നാളെ ഇറാനെ പിന്തുണയ്ക്കുമോ അറിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു വലിയ ശാക്തിക ചേരി അവിടെ രൂപപ്പെടുകയും അമേരിക്കയ്ക്കെതിരായ വലിയൊരു പടയൊരുക്കം അവിടെ ഉണ്ടാകുകയും ചെയ്താൽ അത് ഒരുപക്ഷെ ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. പക്ഷേ അപ്പോഴും എല്ലാവരും ഇപ്പോഴും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ട്രംപിനെ തന്നെയാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. സ്വന്തം കച്ചവട താല്പര്യം അല്ലാതെ മറ്റ് പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഇല്ല. മാത്രവുമല്ല, അറബ് രാജ്യങ്ങളിലേക്ക് അത് വിരോധം സമ്പാദിക്കേണ്ടി വരുമോ എന്നുള്ള ഭയമുണ്ട്. പക്ഷേ ഇറാൻ പറയുന്നത് അമേരിക്ക ഞങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ മുഴുവൻ സൈനിക താവളങ്ങളും ഞങ്ങൾ നശിപ്പിക്കുമെന്നാണ്. അപ്പോൾ ഏതായാലും ഈ ദിവസങ്ങളിൽ ഇനി എന്തും സംഭവിക്കാം എന്ന് ഇതോടുകൂടി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡറാണ് പറയുന്നത് അവിടുത്തെ ജീവനക്കാരോട് നാട്ടിലേക്ക് മടങ്ങിക്കൊള്ളാം, അല്ലാതെ ഇറാനിലെ അംബാസഡർ അല്ല. കാരണം ഇറാൻ അവരൊരു ബന്ധമില്ല. അപ്പോൾ ഇസ്രായേൽ പോലെ രാജ്യത്തെ ജീവനക്കാരോട് പോലും നാട്ടിലേക്ക് മടങ്ങാൻ അടിയന്തരമായി, അത് ഇന്നെങ്കിൽ ഇന്ന് തന്നെ മടങ്ങണമെന്ന് അമേരിക്കൻ അംബാസഡർ ആവശ്യപ്പെടുമ്പോൾ അത് ഒരു യുദ്ധത്തിൻ്റെ നാന്ദി കുറിക്കലായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അമേരിക്ക എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും അവർ ആക്രമണം നടത്തുക. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തി അവിടുത്തെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ വിഷയം അവിടെ ചർച്ചയായോ എന്നുള്ള കാര്യം അറിയില്ല. ഒരുപക്ഷെ മോദി സമാധാന ദൂതമായിട്ട് കൂടിയാണോ അവിടെ പോയെന്നുള്ള ചില സംശയങ്ങൾ കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നെങ്കിലും അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും നരേന്ദ്രമോദിയോ അതുപോലെ നെതന്യാഹുവോ നടത്തിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ജീവനക്കാരെ എല്ലാവരും അടിയന്തരമായി പിൻവലിക്കുകയും ഈ ലോകത്തെ വൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇറാനിലേക്ക് ഇനി ആരും പോകരുത്, ഇറാൻ ഉള്ള ജനങ്ങളോട് നാട്ടിലേക്ക് മടങ്ങാൻ ചൈനയും ഓസ്ട്രേലിയ എല്ലാം ആവശ്യപ്പെടുമ്പോൾ, കാനഡയെല്ലാം ആവശ്യപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു: യുദ്ധം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ എത്ര ദിവസം അതിന് സമയമെടുക്കും,
എങ്ങനെയായിരിക്കും ആക്രമണം നടത്തുക, ഏതൊക്കെ രീതിയിലായിരിക്കും അമേരിക്കയും ഇസ്രായേലും ഇറാനെ നേരിടുക, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പിടികൂടുമോ, വധിക്കുമോ, അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ എല്ലാം കൃത്യമായി തയ്യാറാക്കിയതിന് ശേഷം തന്നെ ആയിരിക്കാം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ നേരിടുക എന്നുള്ള കാര്യം ഇതോടുകൂടി ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്.